ഹായ് വ്യൂവേഴ്സ്, രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ശരീരഭാരം കുറയ്ക്കാൻ നമ്മൾക്ക് എന്തെല്ലാം ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ ശരീരഭാരം കുറയ്ക്കാൻ എല്ലാ ആളുകളും നല്ല രീതിയിൽ പ്രയത്നങ്ങളൊക്കെ നടത്തുന്നു. പക്ഷേ ശരീരഭാരം ആർക്കും കുറയുന്നില്ല. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള കുറച്ച് ടിപ്സുകളാണ് ഈ വീഡിയോയിൽ. അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചില വ്യായാമങ്ങളും അതുപോലെ ഡയറ്റുകളും മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതിനിപ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ രാവിലെ ചെയ്യുന്നത് നല്ലതായിരിക്കും. കൃത്യസമയത്ത് നമ്മൾ ഉണരുക, അതുപോലെ തന്നെ വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യുക, സൂര്യപ്രകാശം കൊള്ളുക, പ്രഭാത ഭക്ഷണം ഒഴിവാക്കാതിരിക്കുക, ആഹാരം എന്താണെന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കുക. ശരീരഭാരം അറിയുക എന്നുള്ള കാര്യവും ഇതിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതിന് കൃത്യസമയത്ത് നമ്മൾ ഉണർന്നിരിക്കണം. എല്ലാ ദിവസവും ഒരേ സമയം ഉണരുക എന്നത് ശരീരത്തിലെ ഹോർമോൺ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കൃത്യസമയത്ത് പല സമയത്ത് ഉണരുന്നതും ഉറങ്ങുന്നതും ശരീരത്തിലെ സിർക്കോഡിൻ രക്തം തകരാറിലാക്കും. ഉദാഹരണത്തിന് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 6 മണിക്കും വാരാന്ത്യത്തിൽ രാവിലെ 10 മണിക്കും നിങ്ങൾ ഉണരുകയാണ്. നിങ്ങളുടെ സിർക്കോഡിൻ താളം തെറ്റാനുള്ള സാധ്യതയുണ്ട്. വിശപ്പ് നിയന്ത്രിക്കുന്ന ഹോർമോൺ മുതൽ കൊഴുപ്പ് സംഭരണത്തെ ബാധിക്കുന്ന കോർട്ടിസോളിൻ്റെ അളവ് വരെ ഇതുകൊണ്ട് താളം തെറ്റും. വെള്ളം കുടിക്കുക. ഉറക്കമുണർന്ന ഉടനെ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഇത് നിർജ്ജലീകരണം തടയാനും അതുപോലെ തന്നെ ഉപാപചയ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ വളരെ ഗുണം ചെയ്യുന്നു. അതുപോലെ രാവിലെ ആദ്യം തന്നെ ഒരു 400 മുതൽ 500 മില്ലി വരെ വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ദഹന വ്യവസ്ഥ ഉണർത്താൻ സഹായിക്കും. ഇത് നമ്മുടെ ശരീരത്തിലെ ദുഷിച്ച വസ്തുക്കളെയൊക്കെ പുറന്തള്ളാൻ സഹായിക്കും. ഇത് ഒരു ദിവസം മുഴുവനും ജലാംശം നമ്മൾക്ക് നിലനിർത്തുവാനും സഹായിക്കും. ഇത് കൊഴുപ്പെരിക്കുവാനും വിശപ്പ് നിയന്ത്രിക്കുവാനും സഹായിക്കുന്നതാണ്. വ്യായാമമാണ് അടുത്തതായിട്ട്. വ്യായാമം ശരീരത്തിലെ കൊഴുപ്പെരിക്കാനുള്ള ഹോർമോണുകളെ ഉത്തേജിപ്പിക്കുന്നു. ഇത് മാനസിക അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും. രാവിലെ വ്യായാമം കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ പ്രത്യേകിച്ച് വയറിന് ചുറ്റുമുള്ള കൊഴുപ്പടിയുന്നത് തടയാൻ സഹായിക്കും. അടുത്ത വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി ലഭിക്കാൻ നമ്മൾ പ്രധാനമായും സൂര്യപ്രകാശം കൊള്ളുന്നത് വളരെയധികം. രാവിലെ 10 മിനിറ്റ് പുറത്ത് പോയാൽ പോലും നമ്മൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നതാണ്. ആ പ്രതീക ശരീരം ഇത് കൊഴുപ്പിനെ സംഭരിക്കുന്നത് തടയുന്നു. അതുപോലെ സൂര്യപ്രകാശം നൽകുന്നത് കാർബോഹൈഡ്രേറ്റ് കാര്യക്ഷമമായി നമുക്ക് ഉപയോഗിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പ്രധാനമായും പ്രഭാത ഭക്ഷണം അമിതമായി കഴിക്കുന്നത് അമിതമായി തടിയുണ്ടാകാൻ സാധിക്കുന്നു. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് രക്തത്തിലെ പഞ്ചസാരകളുടെ അളവ് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും. പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് കലോറി കുറയ്ക്കാൻ എളുപ്പമാണെങ്കിൽ തന്നെയും ഇത് പിന്നീട് അമിതമായ തടി വരുന്നതിന് കാരണമാകും. പക്ഷെ അത് വിപരീതമായും നിങ്ങളുടെ ശരീരം രാവിലെ തന്നെ ഒഴിഞ്ഞ പയറുമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഉച്ചയോടെ തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ഉയർന്ന പഞ്ചസാര, കൊഴുപ്പുകൾ എന്നിവയെല്ലാം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. താൽക്കാലികമായി ഭക്ഷണം കഴിക്കുന്നത് ചിലർക്ക് നല്ലതാണെങ്കിലും അത് മറ്റു ചിലർക്ക് ദോഷം ചെയ്യുന്നു. ദിവസവും ഭക്ഷണം എന്താണ് എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണം. അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ശീലം ദിവസവും ഭക്ഷണം ആസൂത്രണം ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. അത് എളുപ്പത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ കുറയ്ക്കുന്നുണ്ടെങ്കിലും കൂടുതൽ നിയന്ത്രണം നൽകുകയും ചെയ്യും. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക്